الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ മനുഷ്യരുടെ ആഖിറത്തിലെ ജീവിതവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പരലോക ജീവിതവുമായി ബന്ധമില്ലാത്ത, പരലോക ജീവിതത്തിന് ഒരുങ്ങാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ജീവിതം വെച്ചിരിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്, ആഖിറത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിത മരണങ്ങളെ ഈ ഭൂമിയിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് നാളത്തേക്ക് ഒരുങ്ങുന്നത് ആരാണ് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് 4 രീതിയിലുള്ള ജീവിതമാണ് അല്ലാഹു തആല തർത്തീബാക്കിയിരിക്കുന്നത്. ഒന്നാം ഘട്ടം ആകാശത്തിൽ കഴിഞ്ഞുപോയി. 4 ഘട്ടങ്ങൾ ജീവിച്ച് തീർക്കണം. അതിൽ 4ാമത്തെ ഘട്ടം സ്ഥിരമാണ്, ബാക്കിയുള്ളത് മുഴുവനും താൽക്കാലികമാണ്. ഒന്നാം ഘട്ടം ആകാശലോകത്ത് കഴിഞ്ഞുപോയി. അതിന് നാം ആലമുൽ അർവാഹ് എന്നാണ് പറയുക, റൂഹുകളുടെ ലോകം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസമാണ്, ഒരു അത്ഭുതമാണ്.
4 വസ്തുതകൾ ചേർന്ന ഒരു സംഗതിക്കാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത് റൂഹാണ്, അടിസ്ഥാനം റൂഹാണ്, ശരീരമല്ല. രണ്ടാമത്തത് ശരീരമാണ്, റൂഹിന് സംവിധാനിക്കാൻ, റൂഹിനെ സന്നിവേശിപ്പിക്കാനുള്ള പേടകമാണ് ശരീരം. മൂന്നാമത്തത് കൽബാണ്, ഹൃദയം എന്നാണ് പറയുക. ഹൃദയം 2 തരത്തിലാണ്. ഒന്ന് ശരീരത്തെ നിയന്ത്രിക്കുന്ന ഹൃദയം, മറ്റൊന്ന് റൂഹിനെ നിയന്ത്രിക്കുന്ന ഹൃദയം. ദുനിയാവിൽ നമുക്ക് ശരീരത്തെ നിയന്ത്രിക്കുന്ന റൂഹുമായിട്ടാണ് നമ്മുടെ കളി. ഹൃദയരോഗം എന്നൊക്കെ പറയുന്നില്ലേ, ഹാർട്ട് രോഗം, അതൊക്കെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന ഹൃദയത്തിനുള്ള രോഗമാണ്. റൂഹിനെ കൺട്രോൾ ചെയ്യുന്ന ഹൃദയം വേറെയുണ്ട്. ആ റൂഹിന് വേണ്ടിയാണ് ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തർത്തീബാക്കി പരിശീലിപ്പിച്ചത്. ആ റൂഹിൻ്റെ തർബിയത്തിനും തസ്കിയത്തിനും ആ കൽബിൻ്റെ പരിപാലനത്തിന് വേണ്ടി. വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെ തന്നെയാണ് സത്യം, ആത്മാവിൻ്റെ പേടകത്തെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, റൂഹിനെ തന്നെയാണ് സത്യം, ആ റൂഹിനെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ശരീരത്തെ തന്നെയാണ് സത്യം. ഈ റൂഹിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള മീഡിയയാണ് ഹൃദയം. ശരീരത്തിന്, ബാഹ്യ ശരീരത്തിന് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തലച്ചോറ് ഹൃദയത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുകയാണ്. ആരോഗ്യകരമല്ലെങ്കിൽ അവൻ്റെ ശരീരം നിഷ്ഫലമാകും. ഇതേപോലെ തന്നെ റൂഹിൻ്റെ ഹൃദയത്തെയും ശുദ്ധിയാക്കേണ്ടതുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മെസ്സേജ് കിട്ടുന്നത് ഹൃദയത്തിനാണ്. ആ ഹൃദയം അവൻ്റെ ശരീരത്തിന് വിവരം കൊടുക്കുകയാണ്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്ന്. ഈ ചെയ്യുന്ന ജോലികളെ ഒന്നാമതായിട്ട് ഉപകരിക്കുന്നത് റൂഹിനാണ്, രണ്ടാമതായിട്ട് ഉപകരിക്കുന്നത് ശരീരത്തിനും ആണ്. മൂന്നാമത്തെ കാര്യം ഹൃദയമാണ്. നാലാമത്തെ കാര്യം ജീവനാണ്. മനുഷ്യന്റെ ശരീരത്തെയും റൂഹിനെയും കൽബിനെയും പ്രവർത്തിപ്പിക്കാനുള്ള ഊർജം, ഇന്ധനം, അതിനാണ് നാം ജീവൻ എന്ന് പറയുന്നത്. ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്ന സന്ദർഭത്തിലാണ് ജീവന്റെ പ്രവർത്തനം നിഷ്ഫലമാകുന്നത്. തൽക്കാലത്തേക്ക് റൂഹിനെ ശരീരത്തിൽ നിന്ന് പിരിക്കും. ഉറക്കം അതിനുള്ളതാണ്. അതുകൊണ്ടാണ് ഉറക്കത്തിന് മരണമെന്ന് പേരിട്ടത്. ഉറങ്ങുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത് ശരീരത്തിൽ നിന്ന് റൂഹ് വേർപിരിയുകയാണ്. ആ റൂഹിന് സഞ്ചരിക്കാൻ ചില മേഖലകൾ അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ സഞ്ചാര പഥത്തിലൂടെ റൂഹ് സഞ്ചരിക്കുമ്പോഴെല്ലാം കണക്ഷൻ ശരീരവുമായിട്ടാണ്. ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക് പോയാൽ ശരീരവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. അതോടുകൂടി ജീവൻ എന്ന പ്രതിഭാസം ഇല്ലാതാവും. ഇത് വലിയ സംഭവങ്ങളാണ്. നമ്മുടെ ശരീരത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ തിരിച്ച് ശരീരവുമായിട്ട് റീകണക്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും ശരീരം സജീവമാകുന്നത്. അതല്ലേ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിലുള്ള ദുആ എന്താണ്? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക്. അല്ലാഹുവേ, എൻ്റെ ശരീരത്തെ, എൻ്റെ നഫ്സിനെ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക്. എൻ്റെ മുഖം നിന്നിലേക്ക് ഞാൻ തിരിച്ചിരിക്കുകയാണ്. വഅൽജഅ്തു ലഹരി ഇലൈക്. എൻ്റെ മുതുക് നിന്നിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. എൻ്റെ മുഴുവൻ കൺട്രോളും നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇൻ അംസക്ത നഫ്സി ഫർഹംഹ. എൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുമ്പോൾ ആ റൂഹ് നിന്റെ അടുക്കൽ വന്ന് തിരിച്ചിങ്ങോട്ടയക്കാതെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഇൻ അംസക്ത നഫ്സി, എൻ്റെ ആത്മാവിനെ നീ അവിടെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, തിരിച്ചയക്കാതെ നിന്റെ കൺട്രോളിൽ തന്നെ നീ വെക്കുകയാണെങ്കിൽ, ഫർഹംഹ, ആ റൂഹോട് നീ കരുണ കാണിക്കണം അല്ലാഹുവേ, റഹം ചെയ്യണം അല്ലാഹുവേ. അതെവിടെയാണോ താമസിക്കുന്നത് അത് നിന്റെ പൂർണ്ണ സംരക്ഷണത്തിലാക്കണം അല്ലാഹുവേ. ഇനി വഇൻ അർസൽതഹ, ആ റൂഹിനെ നീ കൃത്യസമയത്ത് തിരിച്ചിങ്ങോട്ട് തന്നെ അയക്കുകയാണ് എങ്കിൽ, എൻ്റെ ശരീരത്തിലേക്ക് അതിനെ നീ റീകണക്ട് ചെയ്യുകയാണ് എങ്കിൽ, ഫഹ്ഫദ്ഹ, നീ അതിനെ സംരക്ഷിക്കണം. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സാലിഹീങ്ങളായ അടിമകളെ എന്തൊന്നുകൊണ്ടാണോ നീ സംരക്ഷിക്കാൻ വെച്ചിരിക്കുന്നത്, ആ സംരക്ഷണം എൻ്റെ റൂഹിന് നീ നൽകണമേ.
അർത്ഥഗർഭമായ ദുആ ആണ്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ എന്ന് പറയുന്ന വാക്കിലും അതിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവേ അമൂതു ബിസ്മിക, നിന്റെ നാമത്തിൽ, നിന്റെ ബിസ്മി, നിന്റെ മുബാറക്കായ ഇസ്മിന്റെ ബറക്കത്തിൽ, അമൂത്തു ഞാനിതാ മരിക്കുന്നു, വഅഹ്യ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു. ഇവിടെ അമൂത്തു എന്ന് പറഞ്ഞത് അനൂമു ഞാൻ ഉറങ്ങുന്നു എന്നാണ്. അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ച വാക്ക് മൗത്ത് എന്നാണ്. ഉറങ്ങി എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച ദുആ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നാണ്. അവിടെയും മരണമെന്നാണ് റൂഹിന് വെച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് തന്നെയാണ് എല്ലാ തരത്തിലുള്ള ഹംദുകളും മഹാമിദുകളും. അഹ്യാന ബഅദമാ അമാതന, എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ പുനർജീവിപ്പിച്ചു. അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ, ആ അള്ളാഹുലേക്ക് തന്നെയാണ് അവസാനം മടങ്ങിച്ചെല്ലേണ്ടത്. ഇവിടെ ഉറക്കിൽ നിന്നുണരുന്നതിനെ മരണത്തിൽ നിന്നുള്ള പുനർജന്മം എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ച വാക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവന്റെ റൂഹിനെ നാം പിടിക്കുകയാണ്. ചിലപ്പോൾ ആ റൂഹിനെ നാം അവിടെ പിടിച്ചു വെക്കും, പിന്നിങ്ങോട്ട് തിരിച്ചയക്കുകയില്ല. അതിനെ നാം ഉറങ്ങാൻ കിടന്നതായിരുന്നു, രാവിലേക്ക് മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ്. രാത്രി കിടക്കുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, രാവിലെ വിളിച്ചപ്പോൾ ഉണരുന്നില്ല. കാരണം അള്ളാഹു റൂഹിനെ തിരിച്ചയച്ചില്ല. റൂഹിനെ തിരിച്ചയക്കാതെ വന്നപ്പോൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഊർജം, ഇന്ധനം, പവർ അത് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടുന്നതിനാണ് നാം മരണമെന്ന് പറയുന്നത്. റൂഹ് പിരിയുന്നതിൻ്റെ പേരല്ല മരണം. മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ നിക്ഷേപിച്ച ഹയാത്ത് എന്ന ഊർജം തീരുന്നതിൻ്റെ പേരാണ് മരണം. റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കിയെടുക്കുകയാണ്, അവസാനിക്കുകയല്ല മനുഷ്യന്റെ അവസാനമാണ് മരണം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആലമുൽ അർവാഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുകളുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ചോദിക്കും. ഖുൽ, നിങ്ങൾ പറയണം പ്രവാചകരെ, അർ റൂഹു മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിന്റെ കൺട്രോളിൽ നിയന്ത്രിക്കപ്പെടുന്ന, എൻ്റെ റബ്ബിന്റെ കസ്റ്റഡിയിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് റൂഹ് എന്നവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, കൂടുതൽ ഗവേഷണം ചെയ്ത് കൊളാക്കാൻ മെനക്കെടണ്ട. ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും വളരെ കുറച്ച് ഇൽമു മാത്രമേ നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളൂ. വമാ ഊതീതും, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല, മിനൽ ഇൽമി, അറിവിൽ നിന്ന്, ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. റൂഹിനെ സംബന്ധിച്ച് പറഞ്ഞിടത്താണ് ഈ ആയത്തിന്റെ ബാക്കിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു വിഷയത്തിലും അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കാനേ നമുക്ക് അവകാശമുള്ളൂ. റൂഹിന്റെ ലോകത്ത് നിന്ന് ഉമ്മാന്റെ ഗർഭാശയം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഒന്നാം ഘട്ടം. ഒരു മനുഷ്യന്റെ ഒന്നാം ഘട്ടം മാതാവിന്റെ ഗർഭാശയം വരെ നീണ്ടു നിൽക്കും. അതിന് നാം ആലമുൽ അർഹാം എന്നാണ് പറയുക. മാതാവിന്റെ ഗർഭാശയത്തിന്റെ ബന്ധം അർവാഹിന്റെ ലോകവുമായിട്ടാണോ അതോ മൂന്നാം ലോകമായ ആലമുദ്ദുന്യ ഭൗതിക ലോകവുമായിട്ടാണോ? മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിച്ചുകൂട്ടുന്ന കാലയളവ് 8 മാസം, 9 മാസം, അല്ലെങ്കിൽ 10 മാസം. ഫുഖഹാക്കൾ പറഞ്ഞിരിക്കുന്നത് 4 കൊല്ലം വരെയും പോകാമെന്നാണ് മാതാവിന്റെ ഗർഭാശയത്തിലുള്ള താമസത്തിന്റെ പരിധി. അല്ലാഹു അഅലം, അള്ളാഹുവിന്റെ സംവിധാനത്തിൽ പെട്ടതാണ്. ആ സംവിധാനത്തെ പറ്റി നമ്മൾ കൂടുതൽ ഗവേഷണം ചെയ്തിട്ടതിനെ ഇതാക്കാതിരിക്കലാണ്, ബുദ്ധിക്ക് കേടുവരുത്താതിരിക്കലാണ് നല്ലത്. ഗർഭാശയ ബന്ധത്തെ നമ്മൾ ദുനിയാവിന്റെ കൂട്ടത്തിൽ പെടുത്തുമോ അതോ അർവാഹിന്റെ ലോകത്ത് പെടുത്തുമോ എന്ന് വെച്ചാൽ ഒന്നാം ഘട്ടത്തിൽ പെടുത്തുമോ രണ്ടാം ഘട്ടത്തിൽ പെടുത്തുമോ? ഒന്നാം ഘട്ടം ആലമുൽ അർവാഹ് മുതൽ അർഹാമ് വരെ, രണ്ടാം ഘട്ടം ആലമുദ്ദുന്യ, മൂന്നാം ഘട്ടം ആലമുൽ ബർസഖ്, നാലാം ഘട്ടം ആലമുൽ ആഖിറ. അല്ലാഹു അക്ബർ. അപ്പൊ ഒന്നാം ഘട്ടത്തെയാണ് ഗർഭാശയ കാലഘട്ടത്തെ പെടുത്തിയിരിക്കുന്നത്. അത് ഭൗതിക ഘട്ടത്തിൽപ്പെട്ടതല്ല, രണ്ടാം ഘട്ടത്തിൽപ്പെട്ടതല്ല, മനുഷ്യന്റെ ദുനിയാവിന്റെ ഘട്ടത്തിൽ പെട്ടതല്ല ഉമ്മാന്റെ ഗർഭാശയ കാലഘട്ടം. ഉമ്മാന്റെ ഗർഭാശയ കാലഘട്ടം അള്ളാഹു പ്രത്യേകമായൊരു ലോകമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ഉമ്മാന്റെ ഗർഭാശയ കാലഘട്ടത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളെ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മക്കീൻ. ഗർഭാശയത്തിലെ ഒന്നാം ഘട്ടം ശുക്ലവുമായി ബന്ധപ്പെട്ടതാണ്. ശുക്ലത്തിന്റെ ഉത്തരവാദിത്തം പുരുഷ ശരീരത്തിൽ നിന്ന് ബീജത്തെ സന്നിവഹിച്ച്
ഉമ്മാന്റെ മാതാവിന്റെ അണ്ഡാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡവുമായി ബന്ധിപ്പിക്കലാണ് ശുക്ലത്തിന്റെ ജോലി. ശുക്ലം പുരുഷ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. ആ ശുക്ലത്തിലൂടെ ബീജത്തെയും സ്വീകരിച്ച് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് സഞ്ചരിക്കുന്ന അണ്ഡവുമായി കണക്ട് ചെയ്ത് വിട്ടാൽ നുത്ഫത്തിന്റെ ജോലി തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മകീൻ. അടുത്ത ജോലി ബീജവും അണ്ഡവും തമ്മിൽ ചേർന്ന് ഗർഭാശയത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ടമാണ്. അതിനെ അലഖത്ത് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ഫഖലഖ്നൽ നുത്ഫത അലഖ. ബീജത്തെയും അണ്ഡത്തെയും പരസ്പരം ബന്ധിപ്പിച്ച് മാതാവിന്റെ ഗർഭാശയത്തിൽ അതിനെ നാം ഭ്രൂണമാക്കി പരിവർത്തിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല മൂന്നാം ഘട്ടം പറഞ്ഞു ഫഖലഖ്നൽ അലഖത മുദ്ഗ. മൂന്നാം ഘട്ടം ഈ ഭ്രൂണത്തെ ദിവസങ്ങൾ കൊണ്ട് 10-40 ദിവസം കൊണ്ട് നാം ഒരു മാംസപിണ്ഡമായി ഇറച്ചി കഷ്ണമാക്കി രൂപപ്പെടുത്തുകയാണ്. എന്നിട്ട് നാലാം ഘട്ടത്തെ പറ്റി പറഞ്ഞു ഫഖലഖ്നൽ മുദ്ഗത ഇളാമ. ഈ ഇറച്ചി കഷ്ണത്തിൽ നിന്ന്, ഈ മാംസപിണ്ഡത്തിൽ നിന്നാണ് എല്ലുകളെ നാം നിർമ്മിച്ചെടുക്കുന്നത്. അള്ളാഹുവാണ് പറയുന്നത്, സൃഷ്ടാവായ അള്ളാഹു, ഖാലിഖായ അള്ളാഹു, റബ്ബായ അള്ളാഹു ആണ് കാര്യം പറയുന്നത്. ആ മാംസപിണ്ഡത്തിൽ നിന്ന് പിന്നീട് നാം ഒരു 10-40 ദിവസം, ഒരു 3-4-5 ആഴ്ച കൊണ്ട് നാം അതിനെ എല്ലുകളാക്കി പരിവർത്തിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഫകസൗനൽ ഇളാമ. ആ എല്ലുകളെ എല്ലുകളായി നിർത്തുകയല്ല, മാംസപേശികളെ കൊണ്ട് എല്ലുകളെ നാം പൊതിയുന്നു. അല്ലേ? മനുഷ്യ ശരീരത്തിലെ അസ്ഥികൂടങ്ങൾക്ക് വെളിയിലാണ് മാംസമുള്ളത്, അസ്ഥികൂടങ്ങൾ ഉള്ളിലാണ്. ശരീരത്തിന്റെ ഒരവയവത്തിനും അസ്ഥികൂടം പുറത്തായിട്ട് കാണാൻ പറ്റുകയില്ല. അതിനൊക്കെ അല്ലാഹു തആല മാംസങ്ങളെ കൊണ്ടും അതിന്റെ മേലെ തൊലി കൊണ്ടും പൊതിഞ്ഞിരിക്കുകയാണ്. അതിനുപയോഗിച്ച വാക്ക് തന്നെ ഫകസൗന, നാം ധരിപ്പിക്കുന്നു. കസായക്സ് എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുന്നതിന്റെ പേരാണ്. നാം ധരിപ്പിക്കുന്നു അൽ ഇളാമ, എല്ലുകളെ, ലഹ്മൻ, മാംസങ്ങളെ കൊണ്ട് നാം പൊതിയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു അഞ്ചാം ഘട്ടത്തെ പറ്റി സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. നാലാമത്തെ മാസത്തോടുകൂടി നാം അതിനെ ഒരു പൂർണ്ണ മനുഷ്യനായി നിർമ്മിക്കുന്നു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. വേറൊരു സൃഷ്ടിയായി നാം അതിനെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു. അപ്പോഴേക്കും ഏതാണ്ട് ഒരു 4 മാസം കഴിഞ്ഞിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സജ്ദയിൽ പറഞ്ഞത് ഈ 4 മാസം കൊണ്ട് പേടകം റെഡിയായി. സുമ്മ നഫഖ്നാഹു വനഫഖ്നാ ഫീഹി മിർ റൂഹിഹി. അവന് വേണ്ടി നമ്പറിട്ട് സൂക്ഷിച്ച് കാത്തിരിക്കുന്ന അർവാഹിന്റെ ലോകത്ത് ഈ മനുഷ്യ ശരീരത്തിന് വേണ്ടി നമ്പർ ഇട്ടിട്ടല്ല വെച്ചിട്ടുണ്ട്. ആ കൃത്യസമയം വരുമ്പോൾ അവന്റെ റൂഹിനെ താമസിപ്പിച്ച സ്ഥലത്ത് നിന്ന് അവന് നിശ്ചയിച്ച റൂഹിനെ ഈ ശരീരവുമായിട്ട് അല്ലാഹു കണക്ട് ചെയ്യുകയാണ്. അതിന്റെ റൂഹിനെ അല്ലാഹു തആല ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാ സൂറത്തുൽ മുഅ്മിനൂനിൽ ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു തആല എത്ര നല്ല സൃഷ്ടാവാണ്, എത്ര നല്ല രീതിയിൽ നിർമ്മിക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിനെ പോലെ നിർമ്മിക്കാൻ ആരെക്കൊണ്ടാണ് കഴിയുക? അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനുള്ള കഴിവ് അപാരം തന്നെ. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇപ്പൊ 4 മാസം പൂർത്തിയായി. ഈ 4 മാസത്തിന് ഈ ദുനിയാവുമായിട്ട് വല്ല ബന്ധവും ഉണ്ടാവും? ഇല്ല, വല്ലാഹി ബന്ധമില്ല. ഈ 4 മാസത്തിന് ബന്ധം അർവാഹുമായിട്ടാണ്, ലോകത്ത് ആലമുൽ അർവാഹുമായിട്ടാണ്. ദുനിയാവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ടേ ഇല്ല. മാതാവിന്റെ ഗർഭാശയം ഒരു പ്രത്യേക ലോകമാണ്. 4 മാസം പൂർത്തിയായതിന് ശേഷം പിന്നെ നാം എന്താണ് ചെയ്യുന്നത്? അല്ലാഹു തആല പറഞ്ഞു വനുഖിറു ഫിൽ അർഹാമി. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നാം പാർപ്പിക്കുന്നു, താമസിപ്പിക്കുന്നു. മാ നശാഉ, നാം ഉദ്ദേശിച്ചവകളെ മാത്രം, നാം തീരുമാനിച്ചവകളെ മാത്രം മാതാവിന്റെ ഗർഭാശയത്തിൽ താമസിപ്പിക്കുന്നു. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത സമയം വരെ. അല്ലാത്തത് 4-ാമത്തെ മാസം ഔട്ടാക്കി കളയുന്നു. നാം അലസിപ്പോവുക എന്നൊക്കെ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഒന്നിക്കലും 3-ാമത്തെ മാസം ഔട്ടാവും, അല്ലെങ്കിൽ 4-ാമത്തെ മാസം ഔട്ടാവും. കാരണം അതിനെ അല്ലാഹു തആല ഭൂമിക്ക് റൂഹുമായിട്ട് കണക്ട് ചെയ്ത് ഭൂമിക്ക് 2-ാമത്തെ ലോകം, ആലമുൽ ദുനിയ, 2-ാമത്തെ ലോകവുമായിട്ട് ബന്ധിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന്റെ മശീയത്തിൽ അങ്ങനെയില്ല, അള്ളാഹുവിന്റെ റിക്കാർഡിൽ അങ്ങനെയില്ല. അത്തരക്കാരെ അള്ളാഹു ഭൂമിയിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഔട്ടാക്കി കളയും. 4-ാമത്തെ മാസം അതിനെ ഒഴിവാക്കി കളയും. അതിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞു വനുഖിറു മാ നശാ.
എന്റെ മശീയത്തുള്ളവകളെ മാത്രം നാം ഗർഭാശയത്തിൽ താമസിപ്പിക്കും. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത സമയം വരെ. അത് ബാക്കി 6 മാസമായിരിക്കാം, 5 മാസമായിരിക്കാം. അതായത് 4 ഏതായാലും കഴിഞ്ഞു, അതിൻ്റെയൊക്കെ ഒരു 4 കൂടി 8 മാസമാകാം. 8ാമത്തെ മാസത്തിൽ പ്രസവിച്ചെന്ന് വരും, 7ാമത്തെ മാസത്തിൽ പ്രസവിച്ചെന്ന് വരും, 9ാമത്തെ മാസത്തിൽ പ്രസവിച്ചെന്ന് വരും, ഇനി 10ഓ 15ഓ മാസം കഴിഞ്ഞിട്ടും പ്രസവിച്ചെന്ന് വരും. നമുക്ക് ധൃതി കാണിച്ചിട്ട് ആധുനിക സൗകര്യം ഉപയോഗിച്ചിട്ട് നാം കീറിയിട്ട് കുഞ്ഞിനെയും എടുക്കും ഓപ്പറേഷൻ ചെയ്തിട്ട്. അത് വേറൊരു കാര്യം. അള്ളാഹുവിന്റെ സംവിധാനം ചിലപ്പോൾ 15 മാസമോ 20 മാസമോ ഗർഭാശയത്തിൽ കുട്ടിക്ക് താമസിക്കാനുള്ള സൗകര്യം അള്ളാഹു തആല ഒരുക്കിയിട്ടുണ്ട്. ഫുഖഹാക്കൾ എഴുതിയത് 4 കൊല്ലം വരെ അതിന് ആധുനിക ശാസ്ത്രത്തിന്റെ സപ്പോർട്ടും ഉണ്ട്. 4 വർഷം വരെയും ഉമ്മാന്റെ ഗർഭാശയത്തിൽ താമസിക്കാൻ പാകത്തിൽ അള്ളാഹു തആല ഗർഭാശയത്തെ വീടായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന്. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അള്ളാഹു തന്നെയാണ് ഖാലിഖായ യോഗ്യൻ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു സുമ്മ നുഖ്രിജുക്കും, പിന്നീട് നാം ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരും. നുഖ്രിജുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. അല്ലാഹു തആല പറയുന്നത് പിന്നെ നിങ്ങൾ പുറത്തേക്ക് വരുമെന്നല്ല, നിങ്ങളെ ഞാൻ വരുത്തിക്കും. അഖ്റജ യുഖ്രിജു, അറബി ഭാഷയുടെ ഗ്രാമറൊക്കെ അറിയുന്നവർക്ക് നന്നായിട്ട് ആ ഭാഷ അറിയാം. സുമ്മ നുഖ്രിജുക്കും, പിന്നെ നാമാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. അല്ലാഹു പറയാണ്, അത് തന്നാലെ അങ്ങ് വന്നു പോവുകയല്ല. അതുകൊണ്ട് ഡോക്ടറെ സാമർഥ്യം കൊണ്ട് കീറിച്ചെടുത്തു നിങ്ങൾ പറയണ്ട. സുമ്മ നുഖ്രിജുക്കും, പിന്നെ ഞാനാണ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. തിഫില, ഒരു കുഞ്ഞായിട്ട്. തിഫിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, കൈക്കുഞ്ഞിനാണ് തിഫിൽ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞായിട്ട് നിങ്ങളെ ഞാനാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലാഹു അക്ബർ. സുമ്മ നുഖ്രിജുക്കും തിഫില. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അങ്ങോട്ട് ദുനിയാവിന്റെ കാര്യമാണ് പറയുന്നത്. 1ാം ഘട്ടം പൂർത്തിയായി. നമ്മൾ സാധാരണ മനസ്സിലാക്കാൻ ഉദാഹരണം പറയാറുണ്ട്. ഈ ജനനത്തീയതി എന്നൊരു സാധനം ഉണ്ടല്ലോ, ജനനത്തീയതി, ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നിൽ പെട്ടതാണോ ഇന്നലെയിൽ പെട്ടതാണോ? നമ്മൾ ഏതിനെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കാണുക? ഉമ്മയും ബാപ്പയും തമ്മിൽ ശാരീരിക ബന്ധം ഏർപ്പെട്ട ദിവസത്തെയാണോ, അതോ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് സുമ്മ നുഖ്രിജുക്കും എന്ന് പറഞ്ഞ ആ പ്രതിഭാസത്തെയാണോ നമ്മൾ എന്തിനാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കാണുന്നത്? ഉമ്മ പ്രസവിക്കുന്ന ദിവസത്തെയാണ്. ഉമ്മ പ്രസവിക്കുന്ന ദിവസത്തെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കാണുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ തിരിച്ചാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ ദുനിയാവിൽ ഉമ്മ പ്രസവിക്കുന്ന ദിവസത്തിലാണ് ഡേറ്റ് ഓഫ് ബർത്ത്, പ്രസവിച്ച ദിവസം. അപ്പോൾ എന്ത് മനസ്സിലാകുന്നുണ്ട്? മാതാപിതാക്കൾ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ദിവസത്തെയല്ല നാം ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കാണുന്നത്. എങ്കിൽ നമുക്ക് കൂളായിട്ട് ചോദിക്കാനുള്ളത്, ഉമ്മ പ്രസവിച്ച ദിവസമാണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ഇന്നലെ വരെ മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിച്ചുകൂട്ടിയ ആ 8 മാസക്കാലം അത് ഇന്നലെയിൽ പെട്ടതാണോ ഇന്നിൽ പെട്ടതാണോ? ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഉള്ളിൽ പെട്ടതാണോ അതോ ഇന്നലെയിൽ പെട്ടതാണോ? ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഉള്ളിൽ പെട്ടതാണെങ്കിൽ ഉമ്മയും ബാപ്പയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആകണം. എന്നാൽ ഗർഭാശയത്തിലുള്ളതെല്ലാം അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയിൽ വന്ന ദിവസത്തെയാണ് നാം ഡേറ്റ് ഓഫ് ബർത്ത് ആക്കുന്നത്. അപ്പൊ ജീവിതത്തിന്റെ തുടക്കം അതാണ്. അപ്പൊ ഇന്നലെ വരെ 8 മാസം അല്ലെങ്കിൽ 9 മാസം അല്ലെങ്കിൽ 10 മാസം ഉമ്മാന്റെ ഗർഭാശയത്തിലാണ് നമ്മൾ കഴിച്ചു കൂട്ടിയിരിക്കുന്നത്. ആ 10 മാസം നമ്മൾ ഏത് ലെഡ്ജറിലാണ് ഉൾപ്പെടുത്തുക? ഏത് റെക്കോർഡിലാണ്? ഇന്നാണോ ഇന്നലെയാണോ? അഥവാ ആലമുൽ അർവാഹിൽ പെടുത്തുമോ? ഇന്ന് 2ാമത്തെ ഘട്ടമായ ആലമു ദുനിയായിൽ പെടുത്തുമോ? വല്ലാഹി അത് ആലമുൽ അർവാഹിൽ പെട്ടതാണ്, 1ാം ഘട്ടത്തിൽ പെട്ടതാണ്. അപ്പൊ ജനനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1ാം ഘട്ടം അവസാനിപ്പിച്ച് 2ാം ഘട്ടത്തിൽ പ്രവേശിക്കുക എന്നതാണ് ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജനനം എന്നത് മനുഷ്യന്റെ തുടക്കമല്ല, തുടർച്ചയാണ്. മനുഷ്യന്റെ ജന്മം എന്നത് മനുഷ്യന്റെ തുടക്കമല്ല, തുടർച്ചയാണ്. എന്തിന്റെ തുടർച്ച? ഗർഭാശയത്തിൽ കഴിച്ചുകൂട്ടിയ ഇന്നലകളുടെ തുടർച്ച. ഇനി കുറച്ചു നാൾ അങ്ങോട്ട് പോകും. അതിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞു അങ്ങനെ ഗർഭാശയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ യുവത്വത്തിലേക്ക് വിടും. അതായത് ബാല്യഘട്ടവും യുവത്വഘട്ടവും. അത് കണ്ടിട്ട് നിങ്ങളെ ഞാൻ എടുത്തേക്ക് വിടും. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, വയോവാർദ്ധക്യം. ഒരു 120 വയസ്സ് വരെ 150 വയസ്സ് വരെ നിങ്ങളെ നീട്ടിക്കൊണ്ടുപോകും. അതിന് അർദലുൽ ഉംർ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഒരു 40 വയസ്സിന്റെയും 60 വയസ്സിന്റെയും അഷ്റഫുൽ ഖൽഖ് ഈ ഉമ്മത്തിന്റെ പ്രായം പറഞ്ഞത് അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70 എന്നാണ്. 60 വയസ്സിന്റെയും 70 വയസ്സിന്റെ ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം എന്ന്.
അതെ, അതാണ് മനുഷ്യ ജീവിതത്തിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ടൈം ഈ ഭൂമിയിൽ ജീവിക്കാൻ. ബാക്കിയുള്ളത് അള്ളാഹു താല നീട്ടിക്കൊണ്ടുപോകുന്നു എന്ന് മാത്രം കുറച്ച് ആൾക്കാർക്ക്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഈ ഭൂമിയിൽ നിന്ന് 3-ാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അതിനുള്ളതാണ് മരണം. മരണം എന്നത് 3-ാം ഘട്ടത്തിന്റെ തുടക്കമാണ്. മരണം എന്നത് അവസാനമല്ല, ജനനം എന്നത് തുടക്കവുമല്ല. ജനനം എന്നത് തുടർച്ചയാണ് 1-ാം ഘട്ടത്തിന്റെ, മരണം എന്നത് 2-ാം ഘട്ടത്തിന്റെ തുടർച്ചയാണ്. മരിക്കലോടുകൂടി മനുഷ്യൻ തീരുന്നില്ല, 3-ാമത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാണ് നാം ആലമുൽ ബർസഖ് എന്ന് പറയുന്നത്. ബർസഖിന്റെ ലോകം, മരണത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ കഴിച്ചുകൂട്ടാനുള്ള ലോകത്തിനാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്നത്. 4-ാം ഘട്ടത്തെയാണ് നാം ആലമുൽ ആഖിറ എന്ന് പറയുന്നത്. എന്താണ് ഈ ആലമുൽ ആഖിറ? ഖിയാമത്ത് നാളോടുകൂടി തുടങ്ങി അറ്റമില്ലാതെ നീണ്ടുപോകുന്ന കാലമാണ് ആലമുൽ ആഖിറ. ഇമ്മാ ഫിൽ ജന്ന വ ഇമ്മാ ഫിന്നാർ. ഒന്നിക്കൽ സ്വർഗത്തിലായിരിക്കും കാലാകാലം, അല്ലെങ്കിൽ നരകത്തിലായിരിക്കും കാലാകാലം. ഇതാണ് 4-ാം ഘട്ടം. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു നമ്മളോട്, അഫഹസിബുതും, നിങ്ങൾക്ക് തോന്നിപ്പോയോ? എന്നോടും നിങ്ങളോടും ഒക്കെ ചോദിക്കണം അല്ലാഹു തആല, നിങ്ങൾക്ക് തോന്നിപ്പോയോ? അഫഹസിബുതും, നിങ്ങൾക്ക് തോന്നിപ്പോയോ? അന്നമാ ഖലഖനാകും, നിങ്ങളെ ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയത്, നിങ്ങളെ ഞാൻ പടച്ചുണ്ടാക്കിയത്. ആ പടപ്പിന്റെ രീതിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. 1-ാം ഘട്ടമായ ആലമുൽ അർവാഹ്, 2-ാം ഘട്ടമായ ആലമുൽ ദുനിയ, 3-ാം ഘട്ടമായ ആലമുൽ ബർസഖ്, 4-ാം ഘട്ടമായ ആലമുൽ ആഖിറ. ഇത് 4ഉം വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നത്, അഫഹസിബുത്തും, നിങ്ങൾക്ക് തോന്നിപ്പോയോ? അന്നമാ ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ ഞാൻ പടച്ചുണ്ടാക്കിയത് അബസൻ, തമാശക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? വെറുതെ ആണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? ഇതെല്ലാം ഒരു കളിയാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, തീർച്ചയായും നിങ്ങൾ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയില്ല. നിങ്ങൾ ഒരു ദിവസം എനിക്ക് പിടുത്തം കിട്ടുകയില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ജീവിച്ച്, നിങ്ങൾ മരിച്ച് കബറടക്കി, നിങ്ങളെ മയ്യത്ത് മണ്ണുമായി ലയിച്ച്, നിങ്ങളെ അസ്ഥികൂടങ്ങളൊക്കെ ചെതല് തിന്ന് അരിച്ച് തീർത്ത് എല്ലാം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനിച്ചു, ഇനി നിങ്ങളെ കഥയില്ല, നിങ്ങൾ ക്ലോസായി, നിങ്ങളെ ഫയല് ക്ലോസായി എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചു പോയോ? നിങ്ങൾ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, തീർച്ചയായും എൻ്റെ അടുത്തേക്ക് നിങ്ങൾ മടങ്ങി വരികയില്ല. ഒരു ദിവസം നിങ്ങളെ എനിക്ക് പിടുത്തം കിട്ടുകയില്ല. ഒരു ദിവസം ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കാൻ നിങ്ങളെ എനിക്ക് കിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ചോദിച്ചു. വേറെയും ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല, തീർച്ചയായിട്ടും മനുഷ്യ, നിന്നെ ഒരു തവണ കൂടി ജീവിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലേ? ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. അല്ലാഹു അക്ബർ. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യർക്ക് തോന്നിപ്പോയോ? അൻ യുത്രക സുദാ. സുദാ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. അൻ യുത്രക സുദാ, നിന്നെ ഞാൻ വേസ്റ്റ് ആക്കി അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യർക്ക് തോന്നിപ്പോയോ? അൻ യുത്രക, ഉപേക്ഷിക്കപ്പെടുമെന്ന്, ഒഴിവാക്കപ്പെടുമെന്ന്. സുദൻ, വെറുതെ വേസ്റ്റ് ആയിട്ട് അങ്ങ് ഉപേക്ഷിക്കുന്ന തോന്നി. അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? മനുഷ്യനായ നീ ഒരു തുള്ളി ശുക്ലമായിരുന്നില്ലേ? നുത്ഫത്തൻ, ഒരു തുള്ളി ശുക്ലമായിരുന്നില്ലേ? മിൻ മനിയ്യിൻ യുംന, തെറിക്കുന്ന ശുക്ലത്തിൽ നിന്നൊരു തുള്ളി ആയിരുന്നില്ലേ നീ? നിന്റെ തുടക്കം അങ്ങനെയായിരുന്നില്ലേ? നീ എന്താ ചിന്തിക്കാത്തത്? അല്ലാഹു തആല മനുഷ്യനെ ഉണർത്തുകയാണ്. ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. അലം യകുൻ നുത്ഫത്തൻ, നീ ഒരു തുള്ളി ആയിരുന്നില്ലേ? മിൻ മനിയ്യിൻ യുംന, തെറിക്കുന്ന ശുക്ലത്തിൽ നിന്നൊരു തുള്ളി ആയിരുന്നില്ലേ? സുമ്മ കാന അലഖത്തൻ, ആ തുള്ളിയെ വെച്ചുകൊണ്ടല്ലേ ഗർഭാശയത്തിൽ ഭ്രൂണമാക്കി നിന്നെ ഞാൻ പരിവർത്തിപ്പിച്ചത്. ഫഖലഖ്, ആ ഭ്രൂണത്തെയല്ലേ ഈ കാണുന്ന കോലമായിട്ട് ഞാൻ നിർമ്മിച്ചത്. ഫസവ്വ, ആ കോലത്തെ ഞാനല്ലേ തസ്വിയത്താക്കിയത്, സന്തുലിതത്വം ഏർപ്പെടുത്തിയത്. ഈ കാണുന്ന അഴകും മൊഞ്ചും നിനക്ക് നൽകിയത് ആ സമയത്ത് ഞാനായിരുന്നില്ലേ? ഈ കൈ ഈ കോലത്തിൽ നിർമ്മിച്ചത് ഞാനല്ലേ? ഈ കൈ എങ്ങാനും ഒന്ന് മുമ്പിലും ഒന്ന് പിറകിലുമാണെങ്കിൽ നിന്നെ ആരാന്ന് മൈൻഡിച്ച് ചിന്തിക്കുക? നിന്റെ മൂക്ക് ഇടിയില്ലാതെ വെറും ദ്വാരം മാത്രം, ഈ മൂക്കിന്റെ ഈ പ്ലാറ്റ്ഫോം ഇല്ലാതെ വെറും ദ്വാരം മാത്രമാണെങ്കിൽ നിന്നെ കണ്ട ഒരു പന്നിനെ പോലെ തോന്നൂലേ? നിന്റെ ചെവി ഈ ബോർഡില്ലാതെ വെറും ദ്വാരം മാത്രമാണ് എങ്കിൽ നിന്നെ കണ്ട ഏതോ ഒരു മൃഗത്തെ പോലെ തോന്നൂലേ? അതാണ് ഫസവ്വ എന്നുള്ള ചോദിക്കുന്നതിന്റെ അർത്ഥം.
ഭൂമിയിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ജീവി മനുഷ്യനാണ്. ഏറ്റവും നല്ല സൗന്ദര്യം മനുഷ്യനാണ്. ഒപ്പം ഏറ്റവും നന്നായി സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന സൃഷ്ടിയും മനുഷ്യനാണ്. സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന സൃഷ്ടിയും മനുഷ്യനാണ്. സൗന്ദര്യവർദ്ധന വേണ്ടി എത്ര ലക്ഷങ്ങളാണ് കൂട്ടരെ ചെലവാക്കുന്നത്. അഥവാ ഏതെങ്കിലും ഒരു അവയവത്തിന് സൗന്ദര്യം ഇല്ല എന്ന് തോന്നിയാൽ പ്ലാസ്റ്റിക് ആധുനിക മോഡേൺ മെഡിക്കൽ അനുസരിച്ച് ഒരു പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് ഈ അവയവം ഒന്ന് ക്ലിയർ ആക്കാൻ എത്ര ലക്ഷമാണ് ചെലവാക്കുന്നത്. അള്ളാഹ് നിശ്ചയിച്ചത് മാറുമ്പോഴുള്ള അവസ്ഥയല്ലേ അത്. അല്ലാഹു തആല ചോദിക്കാണ്, സവ്വാക്കും, നിനക്ക് ഞാൻ തസ്വിയത്ത് നൽകിയില്ലേ, സന്തുലിതത്വം നൽകിയില്ലേ? ഖലഖ ഫസവ്വ ഫജഅല മിൻഹു സൗജൈൻ അദ്ദക്കറ വൽ ഉൻസ. ഇവിടെ വന്നിട്ട് നീയാണോ ആണാണ് പെണ്ണാണെന്ന് തീരുമാനിക്കുന്നത്? ഫജഅല മിൻഹു, ആ ഒരു ശുക്രത്തിൽ നിന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തില്ലേ, അദ്ദക്കറ ആണിനെയും വൽ ഉൻസ പെണ്ണിനെയും. ആണ് പെണ്ണിന്റെ വേർതിരിവ് ഞാൻ ഉണ്ടാക്കിയതല്ലേ. വല്ല രീതിയിലും നിങ്ങൾക്കത് ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, അലൈസ ദാലിക, ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ബിഖാദിരിൻ, ആ അല്ലാഹ് കഴിവുള്ളവനല്ലേ, അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചതിന് ശേഷം നിന്റെ ശരീരത്തിൽ നിന്നൊരു അംശം ഉപയോഗിച്ച് വീണ്ടും ആ ശരീരത്തെ പുനർനിർമ്മിക്കാൻ, ഒന്നും കൂടി ഉണ്ടാക്കാൻ ഇതെല്ലാം ചെയ്യുന്ന അല്ലാഹ്ക്ക് കഴിയില്ലേ മനുഷ്യ? എന്നിട്ടും ഫഇദാ ഹുവ ഖസീമും മുബീൻ. സൂറത്ത് യാസീൻ. അല്ലാഹു അക്ബർ. ആസിമു ബിൻ വായിൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഖുറൈശി ഉണ്ടായിരുന്നു, വലിയ യുക്തിവാദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യുക്തിവാദം കൊണ്ട് മുട്ടിക്കാൻ വേണ്ടി മെനക്കെട്ട ആളാണ്. ആധുനിക കാലഘട്ടം പോലെ തന്നെ എല്ലാറ്റിനും ഖുറൈശികളാണ് നമുക്ക് മോഡല്. എല്ലാറ്റിനും ഖുറൈശികളാണ് മോഡൽ. ഖത്താബിന്റെ മകൻ ഉമറിനെ പോലെയുള്ള മനുഷ്യൻ, ഹംസത്തുൻ അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള മനുഷ്യൻ, അബൂ താലിബിനെ പോലെയുള്ള മനുഷ്യൻ, അതേപോലെ തന്നെ അബൂ ജഹലിനെ പോലെയുള്ള മനുഷ്യൻ, അതേപോലെ തന്നെ അബൂ ലഹബിനെ പോലെയുള്ള എല്ലാം ഈ ഉമ്മത്തിൽ കാണാം. ഒന്നും മറ്റു മതത്തിൽ പരുതാൻ നിൽക്കണ്ട, എല്ലാം ഈ സമുദായത്തിലല്ല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും അബൂ ജഹലിനെ പരുതാൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് കിട്ടൂല. മുസ്ലിങ്ങളിൽ തന്നെയാണ് അല്ലാഹു തആല അത് വെച്ചിരിക്കുന്നത്. അവരെയാണ് നമ്മൾ ദഅവത്ത് ചെയ്യുന്നത്. അബൂ താലിബിനെ പോലെയുള്ള മുസ്ലിമിനെ, അബൂ ജഹലിനെ പോലെയുള്ള മുസ്ലിമിനെ, അതേപോലെ തന്നെ ഉമറുൽ ഖത്താബിനെ പോലെയുള്ള മുസ്ലിമിനെ, ഹംസത്തുൻ അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള മുസ്ലിമിനെ നമ്മൾ ദഅവത്ത് ചെയ്യുന്നത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അഹ്ലുസുന്നയിലേക്കുള്ള ദഅവത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഈ കൂട്ടത്തിൽ ആസിം ഇബ്നു വായിൽ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ യുക്തിവാദി. ഈ യുക്തിവാദിന്റെ പേരൊന്നും ഈ മെമ്പർ വെച്ച് പറയാൻ മാത്രം യോഗ്യതയില്ല. പന്നി പട്ടികളെ പറ്റി പറഞ്ഞാലും അറ്റൊന്നും പേര് പറയാൻ പാടില്ല. യുക്തിവാദികൾ അങ്ങനെയാണ് പറയുന്നത്. ഇതുപോലെ തുല്യമായിരുന്നു ആസിം ഇബ്നു വായിൽ. ആധുനിക കാലത്തിന് പരിചയപ്പെടുത്തി തന്നെ കേൾക്കാത്തവൻ കേട്ടിട്ട് അതിന്റെ ചെവി വടക്കാക്കണ്ടാക്കിട്ട് അവന്റെ പേര് പറയാത്ര ഞാൻ നിങ്ങൾക്കെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ടാവും. ആസിം വായിൽ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. കയ്യിൽ എന്തുണ്ടെന്നറിയോ? മരുഭൂമിയിൽ ഒട്ടകത്തിന് മേയ്ക്കാൻ പോയപ്പോൾ കിട്ടിയ ഒരു എല്ലിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. ഒരു എല്ലിന്റെ കഷ്ണം. ഈ എല്ല് അറിയില്ലേ? എല്ലിന്റെ കഷ്ണം. ഈ എല്ല് കഷ്ണമായിട്ടാണ് റസൂൽ എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. യുക്തിവാദികൾ അങ്ങനെയാണല്ലോ. എന്താ ചോദിക്കാനുള്ളത്? ഇതെന്താണ് സാധനം? അത് എല്ലിന്റെ കഷ്ണം. ഇതെങ്ങനെയുണ്ട് ഇപ്പം? അതൊന്ന് ഉരുമ്പിയിട്ടുണ്ട്, പൊടിയായിട്ടുണ്ട്. അപ്പൊ ഈ എല്ലിൻ കഷ്ണത്തെ വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ നീ പറയുന്നത്? എങ്ങനെയുണ്ട് യുക്തിവാദികളുടെ ചോദ്യം? ഒന്നും തിരിയാത്തവൻ അതിന്റെ ചോദ്യത്തിൽ മുട്ടും. അങ്ങനെയാണ് യുക്തിവാദികൾ എണ്ണം കൂടുന്നത്. യുക്തിവാദി എക്സ് മുസ്ലിമിൽ എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ്. ബുദ്ധിയില്ലാത്ത പൊട്ടനെ എന്തും ചെയ്യാൻ പറ്റുമല്ലോ. ഇച്ചിരി ചിന്തിക്കുന്നവൻ അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഈ എല്ലിന്റെ കഷ്ണം വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുന്നാണോ നീ പറയുന്നത്? അതെന്താ സംശയം? എനിക്ക് തോന്നുന്നില്ല ഈ എല്ലിന്റെ കഷ്ണം വീണ്ടും ഒരു മനുഷ്യനായിട്ട് രൂപപ്പെടുത്താൻ പറ്റുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തമായിട്ട് മറുപടി പറയാൻ പറ്റൂലല്ലോ. റസൂലല്ലേ, നബിയല്ലേ. നമ്മളെ മാതിരി മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റൂലല്ലോ. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി അനുസരിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ കാത്തിരുന്നു എനിക്ക് കൊടുക്കേണ്ട മറുപടിക്ക് വേണ്ടിയിട്ട്. ദാ വരുന്നു ജിബ്രീൽ. അല്ലാഹു അക്ബർ. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل شيء عليم. سبحان الله. سورة ياسين. അല്ലാഹു തആല അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ എന്തേ മനസ്സിലാക്കാത്തത്?
മറുപടി പറയേണ്ട ദായികൾ എപ്പോഴും എതിരാളികൾക്ക് മറുപടി കൊടുക്കേണ്ട ഉസൂലും കൂടിയുണ്ട് ഇതിൽ. ഖുർആൻ അങ്ങോളം ഇങ്ങോളം ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു പറയലല്ല, അതിൻ്റെ ഉസൂലനുസരിച്ച് തന്നെ ദഅവത്ത് ചെയ്യണം. റസൂലുള്ളാഹി തങ്ങൾക്ക് പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല പറയേണ്ട രീതി. അവലം യറൽ ഇൻസാൻ, മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലേ, അന്നാ ഖലഖനാഹു, ഞാനാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്, നിർമ്മിച്ചത്, മിൻ നുത്ഫത്തിൻ, ഒരു തുള്ളി ശുക്ലത്തിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചെടുത്തത് ഞാനല്ലേ, ഫഇദാ ഹുവ ഖസീമും മുബീൻ, ഇപ്പോൾ മനുഷ്യൻ കൃത്യമായും ഒരു എതിരാളിയും യുക്തിവാദിയുമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും വിചാരിച്ച് സയൻസിന്റെ സൃഷ്ടിയാണ് യുക്തിവാദം എന്ന്. എല്ലാ അബൂജഹലിന്റെ കാലത്തുള്ള വാദമാണ് സൃഷ്ടിവാദം. കൃത്യമായിട്ട് അള്ളാഹുവിനോട് അല്ലാഹു റസൂലിനോട് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞ മറുപടി അതാണ്, ഫഇദാ ഹുവ, ഇപ്പോൾ അവൻ, ഖസീമും മുബീൻ, വ്യക്തമായും ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദിയായി മാറിയിരിക്കുകയാണ്, ഒരു എതിരാളിയായി മാറിയിരിക്കുകയാണ്. വനസിയ ഖൽഖ, അവന്റെ സ്വന്തം സൃഷ്ടിപ്പവൻ മറന്നുപോവുകയും ചെയ്യുന്നു. ഈ പറയുന്നവനിക്ക് ഓന്റെ സ്വന്തം സൃഷ്ടിപ്പിനെ പറ്റി ഓർമ്മയില്ല, ഓനെങ്ങനെയാ ഉണ്ടായി ഓൻ ചിന്തിക്കുന്നേ ഇല്ല, മറ്റുള്ളവരെങ്ങനെയാ ഉണ്ടായെന്നാ അവൻ ചോദിക്കുന്നത്. എല്ലാം മാത്രമല്ല, ഓനെ ആരുണ്ടാക്കിയെന്നല്ല, അള്ളാനെ ആരാ ഉണ്ടാക്കിയെന്ന അവന്റെ ചോദ്യം. പിന്നെ എന്തും ചോദ്യം എങ്ങനെയാണ്, ഫഇദാ ഹുവ ഖസീമും മുബീൻ വളറബ ലനാ മസലാ വളറബ ലനാ മസലാ. ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവൻ നമ്മളെ മുട്ടിക്കാൻ പോവുകയാണ്. അല്ലാഹു പറയുന്നത് വളറബ ലനാ, നമുക്ക് അവൻ വെച്ചു തരുന്നു, മസലൻ, ഉദാഹരണങ്ങൾ, പലമാതിരി ഉദാഹരണം. യുക്തിവാദികളുടെ രീതി അതാണ്, പലമാതിരി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവർ കുഴച്ചു കളയും. അവൻ അവന്റെ സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്യുന്നു. അവൻ എങ്ങനെ ഉണ്ടായത് അവനിക്ക് ഓർമ്മയുമില്ല. അവൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ, അവൻ ചോദിക്കുന്നു, ഈ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക, അതൊക്കെ പുഴുതിന്നിട്ട് തുരുമ്പിയില്ലേ, അതിനെ പിന്നെയും സൃഷ്ടിക്കാൻ ആരെ കൊണ്ടാ കഴിയാ മുഹമ്മദ്, നീ എന്താണ് ഈ ചോദിക്കുന്നത്? സൂറത്ത് യാസീൻ ഓതുമ്പോൾ മനസ്സിലാക്കണം, ചാമത്തോതാനുള്ളതല്ല, മരിച്ചാക്കോതാനുള്ളതുമല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഓതാനുള്ളതാണ്. മരിച്ചാക്ക് കൂലിയിട്ടാൻ ഓതാനുള്ളതല്ല ഇത്, ജീവിച്ചിരിക്കുന്നവർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കാനുള്ള. ഇത് മരിച്ച മയ്യത്തിന്റെ അടുത്ത് എത്തിയിട്ട് ആര് പഠിപ്പിച്ചാ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരുത്തം കെട്ടവനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ വാക്കുകളാണ്. ഇതിനൊക്കെ ഞാൻ ഈ രൂപത്തിൽ ഉണ്ടാക്കിയത് എനിക്ക് മനസ്സിലാകുന്നില്ലേ, നീ ചോദിക്കുന്ന ഈ എല്ലിൻ കഷ്ണം ആരാണ് ജീവിപ്പിക്കാൻ? കുൽ, പറയൂ പ്രവാചകരെ, ഈ പുഴുക്കൾ തിന്നൊന്ന് ഉരുമ്പിപ്പോയ ഈ എല്ലിൻ കഷ്ണത്തെ ജീവിപ്പിക്കാൻ സാധിക്കും. അല്ലദീ അൻശഅഹാ അവ്വല മറ, തുടക്കത്തിൽ ഈ എല്ലുണ്ടാക്കിയത് ആരാണോ ആ അല്ലാഹ്ക്ക് ഈ എല്ലിനെ മറ്റൊരെല്ലാക്കി മാറ്റാനും കഴിയുമെന്ന് പറ നബിയേ. തന്നല്ല മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സംവിധാനത്തെ സംബന്ധിച്ച് ബോധമുണ്ടായി നല്ലൊരു നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അല്ലാഹു തആല നമുക്ക് ഉപകരിപ്പിച്ചു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതെ, നാളത്തേക്കൊരുങ്ങാൻ ഇന്നേ നാം കച്ചകെട്ടണം. അതിനുള്ള ഏക വഴി നമ്മുടെ ഷഹാദ സഹിയാക്കുക എന്നുള്ളതാണ്. നാളത്തേക്കൊരുങ്ങാൻ ഈ ദുനിയാവിൽ അല്ലാഹ് തന്ന ഏക വഴി ഷഹാദ സഹിയാക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 313 മുർസലീങ്ങളെ അല്ലാഹ് അയച്ചത് ലോകത്ത് ജീവിക്കുന്ന പാരമ്പര്യക്കാരുടെ ഷഹാദ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. 1,24,000 നബിമാരുണ്ട്. ആ നബിമാരുടെ ജോലി ഷഹാദ സഹിയാക്കിയവർക്ക് തർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഷഹാദ മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താനുള്ള ഏർപ്പാടുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നബിമാരുടെ ജോലി.
റസൂലുകളുടെ ജോലി ആ ഷഹാദ ബാത്തിലാക്കി കളഞ്ഞവരെ വീണ്ടും ഷഹാദയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, അതേപോലെ തന്നെ ഇന്നി അദൂക്കും, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലക്ക് ഷഹാദ പറയാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ പറയണം എന്നല്ല റസൂലുള്ളാഹി തങ്ങളുടെ ദഅവത്ത്, ലാ ഇലാഹ ഇല്ലല്ലക്ക് ഷഹാദ പറയണം എന്നാണ് റസൂലുള്ളാഹി തങ്ങളുടെ ദഅവത്ത്. അദൂക്കും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ, അതെ ലാ ഇലാഹ ഇല്ലല്ലാ ആ ഷഹാദത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുക. ജാറങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷഹാദത്തിനെ ബാത്തിലാക്കാനുള്ളതാണ്. അതേപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ള ആ ഷഹാദത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതെ സൂഫി തരീഖത്തുകളും അതേപോലെയുള്ള സംവിധാനങ്ങളും സൂഫി തരീഖത്തുകളും ഷെയ്ഖുകളും മുഹമ്മദുർ റസൂലുള്ളക്ക് കൊടുത്ത ഷഹാദത്തിനെ ബാത്തിലാക്കാൻ ജൂതൻ നിർമ്മിച്ചു തന്ന ആയുധമാണ്. ഈ രണ്ടായുധം കരുതിയിരിക്കുക, എന്നിട്ട് ഷഹാദത്തിനെ സുന്ദരമായി സൂക്ഷിക്കുക. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം ഷഹാദത്ത് സഹിയാക്കാൻ ആവശ്യമായത് എന്താണെന്ന് പഠിക്കുക. എന്നിട്ട് മരിക്കുന്നത് വരെ അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് അല്ലാഹു ഉറപ്പ് കൊടുക്കുക. അല്ലാ ഇലാഹ ഇല്ലല്ലാ ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ. ഇനി മുതൽ അങ്ങോട്ട് അല്ലാഹു അല്ലാത്തൊരു ശക്തി, വ്യക്തി, വസ്തു, വലിയ, ഷെയ്ഖ്, ജിന്ന്, മലക്ക്, ദീനാറ്, ദിർഹം ഇതൊന്നും ഞാൻ എൻ്റെ ആശ്രയ വസ്തുക്കളായി ഞാൻ മാറ്റുകയില്ല. എൻ്റെ അള്ളാഹനെ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ. അഷ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഒന്നാമത്തെ ഷഹാദ. അതെങ്ങനെ തെളിയിക്കും? വഅഷ്ഹദു, ഇനിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ തെളിയിക്കും ഞാൻ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലാ മുഹമ്മദ്, ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഷഹാദത്താക്കി മാറ്റുന്നതിന് ഞാൻ ഉപയോഗിക്കുന്നത് മുഹമ്മദി റിസാലത്തിനെ മാത്രമായിരിക്കും. മുഹമ്മദ് നബി അല്ലാത്തൊരു ഷെയ്ഖ്, ഒരു തങ്ങള്, ഒരു ഉസ്താദ്, ഒരു ഹോജ, ഒരു ഷെയ്ഖുന, ഒരു മൗലാന, ഒരു ഇമാമ്, അങ്ങനെ ഒരാളെയും ഈ വിഷയത്തിൽ ഞാൻ പരിഗണിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ തങ്ങളെ മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ. അഷ്ഹദു, അതും ഞാൻ ജീവിച്ച് തെളിയിക്കും. ഇതാണ് രണ്ട് ഷഹാദ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് പ്യൂറാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതിനാവശ്യമായ അറിവുകൾ സമ്പാദിക്കണം. 24 മണിക്കൂറിൽ ഈ രണ്ട് ഷഹാദക്ക് കുഴപ്പം പറ്റുന്ന വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഹാസിബു ഖബില അൻ തുഹാസബു, നാളെ ആഖിറത്തിൽ വിചാരണയ്ക്ക് വിധേയനാകുന്നതിന് മുമ്പ് സ്വയം നിങ്ങൾ വിചാരണ ചെയ്തുകൊള്ളുക എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത് ഈ വിഷയത്തിലാണ്. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തള. فقال الله مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وعلى أولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صاددين واردين في بدك وبحرك وجوك أجمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.